കരിയാത്തം കരിമലറങ്ങണമേ നീലമ്മ കരിഞ്ചല തോറ്റത് പൊന്നമ്മ കരിയാത്തം കരിമലറങ്ങണമേ നീലമ്മ കരിഞ്ചല തോറ്റത് പൊന്നമ്മ താലാലോ താലലം താലാലേ താലാലാ താലാലോ താലലം പൂലാല താലാലോ താലലം പൂലാല താലലം താലാലേ താലാലാ താലാലോ താലലം പൂലാല അറ്റതല്ലി കതിർമണി ചേലോടെ അരമണി പൂട്ടി വെള്ളിമാമലരങ്ങണു പൊന്നമ്മ കറ്റതല്ലി കതിർമണി ചേലോടെ അരമണി പൂട്ടി വെള്ളിമാമലരങ്ങണു പൊന്നമ്മ താലാലോ താലലം താലാലേ താലാലാ താലാലോ താലലം പൂലാല താലാലോ താലലം പൂലാല താലാലാ താലാലോ താലലം പൂലാല ഈലിത്തല മൂടിയേ ചാച്ചിട്ടു കെട്ടുമ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട് തെയ്യാതിനന്ദിനന്തോ താരാ തെയ്യത്തിനന്ദിനന്തോ തെയ്യാതിനന്ദിനന്തോ താരാ തെയ്യത്തിനന്ദിനന്തോ ലാലേ ലല്ലേ ലാലേ ഓ ലല്ലേ ലാലേ ദില്ലേ ദില്ലേ ലേലോ ലാലേ ലലേ ലാലേ ഓ ലലേ ലാലേ ദില്ലേ ദില്ലേ ലേലോ ഓ ദില്ലേ ലേലോ ഒന്നാം മലയേറി ഓരമ്പതായി 1 ലക്ഷം കാവടിയും ഓരമ്മ ലാലേ ലലേ ലാലേ ഓ ലലേ ലാലേ ദില്ലേ ദില്ലേ ലേലോ ഓ ദില്ലേ ലേലോ രണ്ടാം മലയേറി ഓരമ്പതായി 2 ലക്ഷം കാവടിയും ഓരമ്മ ലാലേ ലലേ ലാലേ ഓ ലലേ ലാലേ ദില്ലേ ദില്ലേ ലേലോ ഓ ദില്ലേ ലേലോ ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേലോ ലല്ലി ലല്ലി ലേലോ മലയാടി വാരാക്ക് മാലാത്തി നോടത്തി മണ്ണെടുക്കാൻ പോകുജോളൂ വാനിവീല് മയക്കുവാൻ മാടത്ത് പുയലെന്ന പുള്ളി ചീന വീരറിയോ ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേലോ ലല്ലി ലല്ലി ലേലോ ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേലോ ലല്ലി ലല്ലി ലേലോ ഇന്നെന്താ യക്ഷിയമ്മോ തുള്ളാതിരിക്കണ് ഇന്നെന്താ യക്ഷിയമ്മോ തുള്ളാതിരിക്കണ് വളു പോരാഞ്ഞിട്ട വട്ടള പോരാഞ്ഞോ വളു പോരാഞ്ഞിട്ട വട്ടള പോരാഞ്ഞോ തുള്ളരുതോ നീ ഒക്കരമോ ശിവരാജികളെ തുള്ളരുതോ നീ ഒക്കരമോ ശിവരാജികളെ ആണ്ടരുതോ തീണ്ടരുതോ നീ തീണ്ടി ചോര കുടിക്കരുതോ ആണ്ടരുതോ തീണ്ടരുതോ നീ തീണ്ടി ചോര കുടിക്കരുതോ തന്നന്നാനോ താനിനാനോ തന്നന്നാനോ താനിനാനോ എന്റപ്പം ചവിട്ടുമ്പം പൊടി തൂകും മണലേ ജീരക മണലേ ചെമ്മണലേ എന്റെ പഞ്ചവിട്ടുമ്പോ പൊടി തൂകും മണലേ ഈരക മണലേ ചെമ്മണലേ പാട്ടു പാട്ട് കളിക്കണ നേരം മാട്ടം കൊണ്ട് കളിക്കണ നേരം പൊടി തൂകും മണലേ ചെമ്മണലേ പാട്ടു പാട്ട് കളിക്കണ നേരം മാട്ടം കൊണ്ട് കളിക്കണ നേരം പൊടി തൂകും മണലേ ചെമ്മണലേ എന്റെ പഞ്ചവിട്ടുമ്പോ പൊടി തൂകും മണലേ ഈരക മണലേ ചെമ്മണലേ എന്റെ പഞ്ചവിട്ടുമ്പോ പൊടി തൂകും മണലേ ഈരക മണലേ ചെമ്മണലേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ചൂടോടെ ടീം അർജൻസ് വെൽക്കം ടു കോമഡി മാസ്റ്റർ. ഈ പവർ എന്നൊക്കെ പറയുന്ന ഇതാട്ടോ, ചിരിച്ച് അതേ പവറോടെ നമ്മൾ വിചാരിക്കും ഓഫീസിലെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞാൽ വർക്ക് ഒക്കെ കഴിഞ്ഞാൽ ഇനിയും എല്ലാം പോയിരുന്ന് റെസ്റ്റ് എടുത്ത് ചിരിക്കാം. സമ്മതിക്കില്ല, നമ്മുടെ ഷോയിൽ അങ്ങനെയൊന്നുമില്ല. ഫുൾ എനർജിയിൽ ചിരിക്കാനായിട്ടായിരിക്കണം എല്ലാവരും റെഡി ആയിട്ടുണ്ടാവേണ്ടത് അല്ലേ? 1 വുമൺ ആർമി ആയിരുന്നു ഇത്. അതെ അല്ലേ? ഒരു സ്ത്രീ, അതെ, ഒരു പെൺകുട്ടി മാത്രം. വാട്ട് ആൻ എനർജി. ആ പെൺകുട്ടിയുടെ പേരെന്താണ്? തില്ല. ഹായ്. തില്ലാന.
തില്ലാന്നേ ഉള്ളൂ. വീട്ടുകാർ അറിഞ്ഞുകൊണ്ടിട്ടൊരു പേരാണെന്ന് തോന്നുന്നു തില്ല എന്നുള്ളത്. തില്ല എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? കറേജിയസ് ഗേൾ എന്നാണ് പറയുന്നത്. അത്രത്തോളം ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട്. ബിക്കോസ് എനിക്ക് ഈ ടീമിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഓരോ ആർട്ടിസ്റ്റിനും അവരുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റിന്റെ എനർജി ഉണ്ട്. മൂപ്പരുടെ ഹെയർ അസൂയ തോന്നും. എന്തൊരു സൂപ്പർ ഹെയർ ആയിരുന്നു. ഭയങ്കര ബീറ്റ് പിടിച്ചിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ആ ഹെയറിനുണ്ടായിരുന്നു ഒരു താളം. അതെ അതെ അതെ, മുടിക്കും. അതെ. അങ്ങനെ കഴമുടി ഒന്ന് കാണിക്കാമോ? പാവം കെട്ടിവെച്ച് എല്ലാം കഴിഞ്ഞപ്പോ അച്ചടക്കം കാണിക്കാൻ വേണ്ടി നോക്കിയേ, ഇതിലുണ്ടായിരുന്നു ഒരു താളം. അതെ, ഈ അതെ. പോയി വരുന്നതിന് ഒരു താളം. അതെ അതെ അതെ, ഗംഭീരായിരുന്നു. നന്നായിരുന്നു. നല്ല എനർജി, നല്ല ഓരോരോ ആർട്ടിസ്റ്റിന് അവരുടേതായ ഒരു അതെ പ്രസൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തില്ലേ, ഇങ്ങനെ ആക്കിയില്ലേ, എലീന ആക്കിയ തിരുപ്പ ഇങ്ങനെ ഫ്രണ്ട് 3 കറക്റ്റ്. അത് 3 ഉള്ളൂ, വളരെ കുറവാണ്. എന്ത് കഷ്ടപ്പെട്ട നോബി ചേട്ടാ. ഇവക്ക് അങ്ങനെ ചെയ്തപ്പോ മരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇത് ഇളയി നോബി ചേട്ടൻ പിന്നെ പോയി ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അത് പൈസ കൊടുത്ത് നോബി ചേട്ടൻ ഇങ്ങനെ വെച്ച് പാടും. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും പെർഫോമൻസ് ഒക്കെ ഇനിയും ഞങ്ങൾക്ക് കാണണം. ഒപ്പം തന്നെ കോമഡി മാസ്റ്റേഴ്സിന്റെ സ്കിറ്റും കാര്യങ്ങളും ചിരിയും ഒക്കെ നിറഞ്ഞ് നിങ്ങളും റെഡിയാണോ? റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റ് അവിടെയാണ്. ഇരിക്കുക, എൻജോയ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഈശ്വര, എത്ര കാലായി ഞാൻ എന്റെ കാറിന്റെ പൊടി തട്ടുന്നു. എങ്ങനെയെങ്കിലും എന്റെ ജീവിതം ഒന്ന് പൊടി തട്ടി എടുക്കണ്ടേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ഈവനിങ്. ഗുഡ് നൈറ്റ്. സാറേ സാറേ സാറേ, ഞാനൊരു ഓളത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയതല്ലേ. തന്റെ മുഖം കണ്ടാൽ അറിയാ തനിക്കൊരു ഓളമാണെന്ന്. അയ്യോ, യൂട്ട്ലൈസ് കാറിന്റെ ഓഫീസിലെ അത് യൂസ്ലെസ് അല്ല സാർ, യൂസ്ഡ് കാർ ഷോറൂമാണിത്. അതെ അതെ അതെ. എനിക്ക് നല്ല പണമുണ്ട്, എനിക്ക് വിലയുള്ള കാർ മേടിയും കാശൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് സെക്കൻഡ് ഹാൻഡിനോടാണ് താല്പര്യം. അതെന്താ സാർ? എന്റെ ഭാര്യ ഒരു സെക്കൻഡ് ഹാൻഡ് ആണ്. അങ്ങനെയല്ലേ? പിന്നെ കാർന്ന് വെച്ചാൽ എനിക്ക് പ്രാന്താണ്. മനസ്സിലായി സാർ. എന്ത്? സാറിന് പ്രാന്താന്ന്? അല്ല, കാർന്ന് വെച്ചാൽ സാറിന് പ്രാന്താണ്. അതെ. പിന്നെ എന്റെ പേരിൽ തന്നെ കാറുണ്ടല്ലോ. സാറിന്റെ പേരെന്താ? കാർത്തിക്. അതിലൊരു കാറില്ല. അതിനൊരു കാറുണ്ട്, കാർത്തിക്. കറക്റ്റ് ആണല്ലേ? പിന്നെ ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞാൽ കർണാടകയിലെ കാർവാറിലാണ്. അതിലൊരു കാറുണ്ട്, കറക്റ്റ് ആണ്, കാർ ബാർ. സാറ് വിചാരിച്ച പോലത്തെ ആളല്ല കേട്ടാ. ആളെന്ന് പറയില്ലേ, ആൾക്കാർ. ആൾക്കാർ. അതെ അതെ. സാറിന് എന്താ വർക്ക്? എന്താ? എനിക്ക് കാർപെന്റർ വർക്കാണ്. അതിലൊരു കാറില്ലേ, കാറുണ്ട്, കാർപെന്റർ. ഇവിടെ കാർക്കൂസ് എവിടെ? കാർക്കൂസ്. കാർക്കൂസ് അല്ല സാർ, കക്കൂസ്. ഞാനൊരു ഇടുന്നോണ്ട് വിഷമമുണ്ടോ? കുഴപ്പമില്ല, ഇത് അവിടെയാണ് കക്കൂസ്. അങ്ങോട്ട് പോയിക്കോളൂ. താങ്ക് യു. ഇതെന്തൊരു മനുഷ്യ, ഇങ്ങനത്തെ മനുഷ്യന്മാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. എന്ത് പറഞ്ഞാലും കാറ്. അതെ അതെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ഈവനിങ്. ഗുഡ് നൈറ്റ്. അയ്യോ, മാറിപ്പോയതാ സാർ, തെറ്റിപ്പോയതാ. ഒരു കൺഫ്യൂഷൻ കിടന്നു, അതാണ്. ഞങ്ങൾ ഈ കാർ ഒരെണ്ണം നോക്കാൻ വേണ്ടി വന്നതാണ്. ആയിക്കോട്ടെ സാർ, ഞങ്ങൾ നോക്കിക്കോളൂ. പുത്തമ്പണക്കാരാ. ലില്ലി, അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? അല്ല, അത് പറയണ്ടേ? ഏയ് വേണ്ട, അതിന്റെ ആവശ്യം. ഇംഗ്ലീഷിൽ പറയട്ടെ ഇംഗ്ലീഷ് ഒട്ടും വേണ്ട. പ്ലീസ്. വി ആർ എച്ച് ഫാമിലീസ്. എച്ച് ഫാമിലീസ് എന്നല്ല, റിച്ച് ഫാമിലീസ് എന്നാ ഉദ്ദേശിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്. അയ്യോ, എന്ത് പറ്റി സാറേ? ഒരു ഹേംവക്കം വിട്ടതാണ്. ഏമ്പക്കവും കാർ. ആരേത്? താനും ഇയാളും ഞാനും ഇവളും ഇന്ത്യക്കാർ. അതിലൊരു കാറില്ലേ. നമ്മളെ ഭരിക്കുന്നത് ആരാണ്? സർക്കാർ. അതിലൊരു കാറില്ലേ. എന്തൊക്കെയാണോ ഇയാളീ പറയണത്? സാറേ, കാർ എന്ന് പറഞ്ഞ ക്രൈസ് ആയിട്ടുള്ള ആളെ ഇയാള്. എന്ത് പറഞ്ഞാലും കാർ വെച്ചേ സംസാരിക്കുള്ളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കാറിനോട് മാത്രമല്ല, പെണ്ണുങ്ങളോടും ക്രൈസ്. അതൊക്കെ കണ്ടില്ലേ ഒട്ടുരുവിക്കണത്. ഞാനൊരു കാർ നോക്കാൻ വേണ്ടി വന്നാണ്. അതിന് കാർ ഇവിടെ അല്ലേ, ദാ കിടക്കുന്നു. സാറിന് ഏത് മോഡലാണ് ഇഷ്ടം? എനിക്ക് ഈ മോഡലാണ് ഇഷ്ടം. എന്താണ്? 75 മോഡലാണ് ഇഷ്ടം എനിക്ക് കാറേ. തന്റെ 75 മോഡൽ. ഈ മോഡൽ വിട്ടുപിടി, ബാക്കിയുള്ള മോഡൽ താൻ നോക്കിയാൽ മതി. മോഡൽ നോക്കാൻ ഇറങ്ങിയത്. സാറേ, നിങ്ങൾക്ക് ഏത് കാറാണ്ടെന്ന് വെച്ചാൽ നമുക്കൊന്ന് നോക്കിക്കോളൂ. നമുക്ക് നോക്കാം. സെലക്ട് ചെയ്തു. കാരണം 12:30 ട്രെയിൻ ഞങ്ങൾക്ക് പോകാനുള്ളതാണ്. ഓക്കെ ഓക്കെ. പെട്ടെന്ന് വേണം ഡീലിങ്സ് ഒക്കെ. എല്ലാം റെഡിയാക്കാൻ സാറേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാറിന്റെ പരിപാടികൾ? ഒരു പണി, സാറ് നോക്കിക്കോളൂ. ആർക്ക് സെലക്ട് ചെയ്തോളൂ. ഏത് കാറാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നോക്കാം, നോക്കാം. കേട്ടാ? നോക്കാം. ഓക്കെ, ഒന്ന് നോക്കിക്കോളൂ. അയ്യോ, പേടിക്കണ്ട പേടിക്കണ്ട, ഇത് കാർഡിയാക് അറസ്റ്റ് ആണ്. അതിലൊരു കാറില്ലേ.
ഞാൻ ഇതിന്റെ പേരാണ് വായിച്ചത്. എന്ത്? അയ്യോ. തനിക്ക് വായിക്കാൻ അറിയില്ല. 110 എന്നാണ്. ആ കാറിന്റെ പേര് ഐട്ടൻ എന്നാ. അതെ, ഇയാൾക്ക് മാത്രല്ല കാറിൽ ക്രൈസ്. മലയാള സിനിമാ താരങ്ങൾക്കൊക്കെ ഇപ്പൊ കാറിൽ ക്രൈസ് ആണ്. അപ്പൊ ഇന്നാളെ ഒരു നടൻ ഭൂട്ടാനിന്ന് കാർ ഇറക്കി. കാറിറക്കിയപ്പോ ഈ പാവൊന്നും അറിയില്ല. ആ കാറിന്റെ പിറകിൽ അവർക്ക് കുറെ കളികൾ ഉണ്ടായിരുന്നു. പാവത്തിന്റെ ലക്ഷങ്ങളാ പോയത്, അറിയോ? ആ പുള്ളിയുടെ പേരിൽ തന്നെ കാറുണ്ട്. എന്താ പേര്? ദുൽഖർ. ഭയങ്കര സംഭവമാണ്. അതെ, എനിമ വണ്ടി ഉണ്ടോ? അയ്യോ, എനിമ വണ്ടി കൊടുക്കില്ല, രോഗികൾക്കാണ് കൊടുക്കുന്നത്. ആ വണ്ടിയുടെ പേരാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, വണ്ടിയുടെ പേരാണോ? അത് ജെമിനി വണ്ടി. എടോ, എനിമയും ജെമിനിയും ഒന്നുമല്ല, ഒമിനിയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആ, ഒമിനിയാണോ? മാഡം, ഒമിനി എന്ന് പറഞ്ഞ വാനാണ്, കാറല്ല. അപ്പൊ കാറല്ലേ? എന്റെ ലില്ലി, നീ ഇവിടെ കണ്ട കാറല്ലേ? എങ്ങനെയാണ് അതിലൊരു കാറിൽ ഞങ്ങൾക്ക് സമാധാനം താ. അതിലൊരു കാർ. താനൊന്ന് പോടോ, താൻ കുറെ നേരം. സുഹൃത്തേ, അതെ, ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കുക എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? ഇവർക്ക് ഡ്രൈവിംഗ് ഓടിക്കാൻ വേണ്ടിയാ. ഇത്രയായിട്ടും ഡ്രൈവിംഗ് അറിയില്ല, എന്ത് മണ്ടത്തരാവും മാഡം പറയണേ. ഞാൻ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ പറയണത്, മോളെ ഡ്രൈവിംഗ് പഠിക്കുന്നത്. ഇന്നിപ്പോ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഡ്രൈവിംഗ് പഠിക്കാതെ അവർക്കൊരു ജീവിതമുണ്ടോ? ഇത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ ഇവൾക്ക്? കേട്ടില്ല, സാറ് പറഞ്ഞ കേട്ടില്ലേ? എന്തായാലും സാറിന് ഡ്രൈവിംഗ് അറിയാലോ? ഇല്ല, എനിക്ക് പേടിയാണ്, എനിക്ക് പഠിക്കാൻ അറിയില്ല. ഇവള് പഠിച്ചിട്ട് വേണം എനിക്ക് പഠിക്കാനായിട്ട്. അത് ശരി, ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാക്കും ഡ്രൈവിംഗ് അറിയില്ല. ഇല്ല. അപ്പൊ നിങ്ങൾ ഈ കാർ ഇവിടുന്ന് എങ്ങനെ കൊണ്ടുപോകും? കാർഗോയിൽ കൊണ്ടുപോകും. അതിലൊരു കാറിലേ. ഇവനെ ഞാൻ കൊല്ലും. ഞാൻ സുഹൃത്തെ, തനിക്കറിയാമോ, എന്റെ അച്ഛൻ ഒരു ഡ്രൈവറായിരുന്നു, ടാക്സി ഡ്രൈവർ. വാടകയ്ക്ക് വണ്ടി എടുത്തിട്ടാണ് പുള്ളി ഓടിച്ചിരുന്നത്. അവസാനം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുള്ളി പൈസ മുടക്കി പുള്ളി ഓടിച്ചിരുന്ന ആ കാറ് പുള്ളി സ്വന്തമാക്കി. അന്തസ്സാണ്, അന്തസ്. അതെ, അന്തസ്. സാറേ, സത്യം പറയട്ടെ, സെയിം പിച്ച്. എന്റെ അച്ഛൻ ഇതുപോലെ, അച്ഛൻ ലോറി ഡ്രൈവർ ആയിരുന്നേ, ഒരു മുതലാളിയുടെ കീഴില്. ഇപ്പൊ സ്വന്തമായി കാശുണ്ടാക്കി ആ ഓടിച്ചുകൊണ്ടിരുന്ന ലോറി തന്നെ എന്റെ അച്ഛൻ വാങ്ങിച്ചു. ഡബിൾ അന്തസ്, ഡബിൾ അന്തസ്. എന്റെ അച്ഛൻ ഓടിക്കുന്ന വണ്ടി ആർക്കും വാങ്ങിക്കാൻ പറ്റില്ല. അതേതാ വണ്ടി? തീവണ്ടി. ഒരു കാര്യം പറയട്ടെ, എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോണം. അമൃത ടിവിയിലൊരു സിനിമയുണ്ട്, അത് കാണണം. ഞങ്ങൾക്ക് മനസ്സിലായി, ദി കാർ എന്ന് പറഞ്ഞ സിനിമയല്ലേ? അല്ലല്ല, ഷി കാർ. അതിലൊരു കാറുണ്ട്. പിന്നെ ഞാൻ കാറിന്റെ പാട്ടുകളാണ് കേൾക്കാറുള്ളത്. ഏത് പാട്ടുകള്? കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിന്റെ ഉള്ളിൽ കാർ കൂന്തൽ കെട്ടിനെന്ത് വാസന തൈലം. കാർ മേഘ വർണ്ണന്റെ മാറിൽ മാലക ഗോപികമാർ, മാലകൾ കാമിനിമാർ. അവിടെയാണ് കക്കൂസ്, ഇവിടെ നിന്ന് മുക്കണ്ട. അവിടെ വെള്ളം വെക്കട്ടുണ്ട്, അങ്ങനെ ഇല്ലേ? താൻ എന്തിനു വേണ്ടി ഇറങ്ങിയതാണ് ഈ കോട്ടുകൊണ്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്? അറിയേണ്ടത്. സുഹൃത്തെ, ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, 12:30 ട്രെയിൻ. ആയിക്കോട്ടെ, പെട്ടെന്ന് ആ ചടങ്ങ് നടത്തിയാൽ എനിക്ക് 1-2 സ്നാപ്സ് എടുക്കാമായിരുന്നു. ആയിക്കോട്ടെ. ഏത് കാറെന്ന് സെലക്ട് ചെയ്ത് ഞാൻ അങ്ങോട്ട് തരാം. ദേ ഈ കാറാണ്, റേഞ്ച് റോവർ തന്നെയാണ്. എനിക്കൊരു സ്നാക്സ് തന്നെ കേട്ടോ. എന്തിന്? സ്നാക്സ് എടുക്കാൻ പോണു. സാറേ, ഏത് കാറാണ്? അതിന്റെ ഫ്രണ്ടിൽ നിന്നോളൂ. ഓക്കെ, ഒരു മിനിറ്റ്. ഈ പാൽപ്പായസത്തിൽ എള്ളു വീണേക്കണമല്ലോ, ഇവനെന്തിനാ മാറിക്കങ്ങോട്ട്. കശുവണ്ടി പരിപ്പ് ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, റെഡി? ഒന്ന് ചിരിച്ചിരിക്കണേ. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലായി. ഇത് തന്നെ അടിപൊളിക്ക്. ഷോ, എന്ത് വലിയൊക്കെയാ. ഈ വലുതാണ് ഈ കാർ, എന്ത് വലുതായിരിക്കും. എടോ, അത് ഡമ്മി കീയാണ്. അപ്പൊ ഇവിടുത്തെ ഡമ്മി കാർ ആയിരിക്കും. സോറി, നിങ്ങൾ കാർ ഏതാ സെലക്ട് ചെയ്തേ? അതെ, മനസ്സിലായില്ലേ? ഞാനിവിടെ എന്തിനു വന്നാ? കാർ നോക്കാൻ. കാർ ഞാൻ നോക്കി, ആ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ പോവാണ്. അപ്പൊ വാങ്ങുന്നില്ലേ? ഞാൻ നോക്കുന്നേ ഉള്ളൂ, വാങ്ങുന്നില്ല. വാങ്ങുന്നില്ലേ? ഇല്ല. എന്താ കാണിച്ചേ? താൻ എന്താ ഇപ്പൊ കാണിച്ചേ? കാർക്കിച്ച് തുപ്പി. കാർക്കിച്ച് തുപ്പിയതിൽ ഒരു കാറിലുണ്ട്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താൻ ഈ പറഞ്ഞ പോക്കിർത്തരത്തിൽ ഒരു കാർ ഉള്ളതുകൊണ്ട് ഞാനും ക്ഷമിച്ചിരിക്കുന്നു. അതേത് കാർ? അഹങ്കാർ. അതിലൊരു കാറിലേ. ചിരിക്കാൻ റെഡിയാണോ? ബാറ്ററി ഓൺ ആക്കട്ടെ നമുക്ക്. ചേച്ചി ബാറ്ററി ഒന്ന് ഓണാക്കി. ബാറ്ററി ഓൺ ഓണായല്ലേ? അപ്പൊ ഓണായ സ്ഥിതിക്ക് ഇനി ഓണാക്കാൻ വരുന്നത് നമ്മുടെ സ്വന്തം ഷാജി മാവേലിക്കര.
സന്തോഷ് കലഞ്ഞൂർ, രാധിക ചേച്ചി. റെഡി ആയിക്കോ, ചിരിപ്പിച്ചു കൊല്ലും. നമുക്ക് ഒന്ന് ചെറുതായിട്ട് പോയി കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്താലോ? കണ്ണ നീലകണ്ഠൻ നിക്കർ പിടിക്കുന്ന ഞാനല്ലയോ? നിക്കറല്ലല്ലോ ഫിഗർ അല്ലയോ? അതെ, അപ്പൊ പിന്നെ നീ എന്തിനാ ചരിഞ്ഞിരിക്കുന്നത്? അത് പാട്ട് തുടങ്ങാൻ പിടിച്ചാ മതി. എന്നാ പാട്ട് ഡോക്ടർ നീലം തുള്ളി. നീലത്തുള്ളിയോ? തുള്ളി നീലം. തുള്ളി നീലോ? ഡോക്ടർ നീലലോചൻ. എന്തോ ഒരു നീല ഉണ്ടായിരുന്നു, അതാ ഞാൻ അങ്ങനെ വിളിച്ചത്. എന്തായിരുന്നു? ഈ മംഗലശ്ശേരി നീലകണ്ഠന്റെ ഒരു തുണ്ടേ കണ്ടിട്ടുണ്ടാവും, ഇരുന്ന് കാണാത്തോണ്ട് മുഖം ഓർമ്മ വരുന്നില്ല. അതല്ലെന്നാ ഇരുന്ന് കണ്ടാട്ടിതാ. ഓ ഇതാണില്ല. ഞാൻ മംഗലശ്ശേരി നീലകണ്ഠൻ. മംഗലശ്ശേരി കിങ്ങിണിയമ്മ എന്നുള്ളതല്ല എനിക്ക് ഇതിനകത്ത് നോക്കുമ്പോ അറിയാം. തള്ളല് വേണ്ട. കേൾക്കണ്ട എന്ന് പറയുന്നതേ ഞാൻ കേൾക്കൂ. അയ്യോ, കേൾവിയുടെ അസുഖമാണെങ്കിൽ ഇവിടെ അല്ല, അപ്പുറത്ത് പോകും. കാണണ്ട എന്ന് പറയുന്നതേ ഞാൻ കാണൂ. ഹോയ് ഹോയ് ഹോയ്, കാണണ്ടാത്ത അസുഖമൊക്കെ ഇഞ്ഞ് ഇവിടെ 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 കൊണ്ട്. അല്ല, എന്താ തലയിൽ ഒരു കെട്ട്? ഭാനുമതി എന്ന പുണ്യം തലവഴി വീണതാണ്. അയ്യോ, എന്നിട്ട് ഇത്രേ പറ്റിയുള്ളൂ? ബാക്കിയൊക്കെ മുണ്ടും ഷർട്ടും ഉപയോഗിച്ച് മറച്ചു വെച്ചിരിക്കും. അത് ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഇയാളുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് ഇവ പരിശോധിച്ച് ഒരു റിസൾട്ട് കൊണ്ടുവരണം. ഒരു 3000 രൂപയാവും. ഡോക്ടർ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എന്റെ 5 പൈസ ഇല്ല. ദാരിദ്ര്യം പറയാനാണോ ഇത്ര വലിയ പഞ്ചു മ്യൂസിക്കും ലാഗ് അടിച്ച് ഇവിടെ വരെ വന്നത്? മംഗലശ്ശേരി എന്ന നാമം മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്നാര് പറഞ്ഞു? ഇവിടെ നല്ല വൃത്തിക്ക് ഉരുട്ടി എഴുതിയിട്ടുണ്ട് മംഗലശ്ശേരി നീലകണ്ഠൻ. പറയേണ്ടതേ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4 ആളെ കാണുമ്പോ ഇന്ന് അങ്ങ് ഡയലോഗ് അടിയാ. തൊഴിലുറപ്പിന്റെ പൈസ കിട്ടട്ട് കേട്ടോ. ബാർബർ ഷോപ്പിൽ കൊണ്ട് ഈ മീച്ചയുടെ തുമ്പ് ഞാൻ കണ്ടിക്കും. കണ്ടിക്കുവോ, തുമ്പിയെ പിടിക്കുവോ, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. യഥാർത്ഥത്തിൽ ഇയാളുടെ പ്രശ്നം എന്താ? എനിക്ക് ഡോക്ടറെ കണ്ടൂടാ. എന്നെ കണ്ടുകൂടാത്ത ഒരുത്തർ എന്റെ ആശുപത്രിയുടെ തിണ്ണ കയറി ഇരിക്കുന്നു. അയ്യോ, അതല്ല, നീലേട്ടന്റെ കണ്ണിന് ഇച്ചിരി കണ്ടുകൂടാ എന്നാ പറഞ്ഞത്. ഇനി വരൂ നോക്കട്ടെ. ഇയാളെ കണ്ടിട്ട് തികഞ്ഞ ഒരു മദ്യപാനിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, മദ്യം തികയാത്ത ഒരാളാണ് ഞാൻ. നല്ല നാടൻ വാറ്റ് കരിക്കിലൊഴിച്ച് കുടിക്കാറാണ് പതിവ്. മോട്ടയടിയാ ഞാൻ കണ്ടിട്ടുണ്ട്. 20 വർഷമായി ഞാൻ ഇവിടെ സർവീസില്. ഇതിനിടയ്ക്ക് ഈ നീലലോചൻ എന്നുള്ള പേര് എല്ലാവർക്കും അറിയാം. മാട്ട ജവാനി പഠിച്ചിട്ട് എന്റെ മുന്നിൽ വന്ന് വാ പൊളിച്ചു കഴിഞ്ഞാൽ ഞാൻ പിടിക്കത്തില്ലെന്ന് വിചാരിച്ചോ? ബ്ലഡി ഫുൾ. ഡോക്ടർ, വീട്ടിൽ ഒരു കുപ്പി ഗ്ലാസ്സേ ഉള്ളൂ. അത് ചോദിച്ചാൽ ഇവിടെ തരില്ല. അതുകൊണ്ട് കരിക്ക് കച്ചവടക്കാർ വലിച്ചെറിയുന്ന കാലിക്കരി എടുത്തോണ്ട് അതിലൊഴിച്ച് കഴിക്കാറാണ് പതിവ്. അത് ശരി. ഇത് എന്നു മുതലാണ് തുടങ്ങിയത്? ഡോക്ടർ, എന്റെ ആജന്മ ശത്രു ആരായിരുന്നു? മുണ്ടക്കൽ ശേഖരൻ. ഒരു ഭാനു പറഞ്ഞു കൊടുക്ക. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങി. അപ്പൊ ഇത് കണ്ണിന് അസുഖമല്ല, ഒരുത്തൻ നന്നാവുന്നത് കണ്ടിട്ടുള്ള കണ്ണുകടി. ഡോക്ടർ, എനിക്കൊരു കൂട്ടം കാര്യം പറയാനുണ്ടായിരുന്നു. എന്തായിരുന്നു? ഞാൻ കലാമണ്ഡലത്തിലാണ് നൃത്തം അഭ്യസിച്ചത്. ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലും ഒരുപാട് നൃത്തം ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യം? വേറെ എങ്ങും പറയാൻ ഇങ്ങേര് സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഡോക്ടർ സമ്മതിക്കുമെങ്കിലേ ഞാൻ 2 സ്റ്റെപ്പ് ഇട്ടോട്ടെ. വയ്യാത്ത കാലും വെച്ച് എന്നെ ഇങ്ങോട്ട് ഓടിക്കരുത് കേട്ടോ. ഒറ്റ ഇടിയാൻ വെച്ച് തരും. ഇയാടെ കണ്ണിന് എന്ന് മുതലാ വേദന തുടങ്ങിയത്? അതായത് നമ്മുടെ അരിങ് ഓർഡർ വീട്ടിൽ പാട്ട് പാടാൻ ഉടുക്കുവെത്തി. ഉടുപ്പും മുണ്ടും ഇല്ലാതെ ഒരുത്തം വീട്ടിൽ കയറി വരുമ്പോ വീട്ടിൽ ചെന്ന് പാട്ട് പാടിക്കണോ? വേണ്ട, അടിച്ചവന്റെ കാരണം പൊളിക്കണ്ടായോ? ഉടുക്കാതെ വന്നല്ല, ഉടുക്കുവായിട്ട് വന്നെന്ന്. ഇത് ട്രെയിനല്ലയോ? അല്ല, ഇപ്പൊ കറക്റ്റായി. അല്ല, നിങ്ങൾ ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഇങ്ങനെ അരങ്ങോടനെയൊക്കെ വിളിച്ച് വീട്ടിൽ വരുത്തി ഗാനമേള നടത്തിക്കേണ്ട കാര്യമുണ്ടോ? അതെ, പേരിലെങ്കിലും ഒരു അരി വന്നോട്ട് വീട്ടിലോട്ടൊന്ന് വിചാരിച്ചാ ഞാൻ അങ്ങനെ വിളിച്ചോണ്ട് വന്നത്. അപ്പൊ വീട്ടിൽ ചെലവിന് കൊടുക്കാതെ വെള്ളയും ഇട്ടോണ്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ട് നിൽക്കുവാണ്. ഒരു കാര്യം ചെയ്യ്, എലിയൊക്കെ ഒന്ന് വായിക്കേ. ഓ അതെ, കഴുത്തിന് പകരം വലങ്കൈ അറുത്തതും. എവിടെ എഴുതിയേക്കുന്നു? അവിടെ എഴുതിയേക്കുന്ന വായിക്കാൻ. പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചു വീണതും. ആണ്ടാ, ഇയാൾക്ക് ഭ്രാന്താന്നു. എടോ, അവിടെ എഴുതിയേക്കുന്നത് വായിക്കടോ. ബാക്കി എന്തുവായിരുന്നു? പിന്നെ നീ വിളക്കായിട്ട്. അത് തന്നെ. ദൈവം നിന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോ അതിന് നേരെ കാർക്കിച്ച് തുപ്പരുത് ചേരയോ? നീ ഇവിടെ നിന്ന് ഈ ലോജിക്കില്ലാത്ത വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പും കേട്ടാ. പഠിക്കാൻ പറ്റപ്പം പഠിക്കാതെ ശേഖരന്റെ നിക്കറ് കുഞ്ഞനന്തന്റെ ചട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അയ്യോ, ഇതിനകത്തൊരു കാര്യം എഴുതിയിട്ടില്ല കേട്ടോ. എന്തുവാ? ഇയാളുടെ അച്ഛന്റെ പേര് എഴുതിയിട്ടില്ല. അയ്യോ, മംഗലശ്ശേരി മാധവമേനൻ എഴുതിക്കാട്ടെ.
ആ നാമം ഇനി ഇവിടെ ഉച്ചരിക്കാൻ പാടില്ല. വൈ ഭാനു, എന്താ? മാധവ മേനോൻ എന്റെ അച്ഛനല്ല. ഡോക്ടർ, ഞാൻ പിഴച്ചു പെറ്റതാണ്. പിഴച്ചു പറ്റതാണ്. എത്ര അഭിമാനത്തോടും അഹങ്കാരത്തോടും കൂടിയാ പറയുന്നതെന്ന് നോക്കിയേ. അതിനും പഞ്ചും മ്യൂസിക്കും. നാണം ഉണ്ടോടോ ഇയാൾക്ക്? നാണമുണ്ടോ? ഇനി ഞാൻ എവിടുന്ന് കഷ്ടപ്പെട്ടൊരു തന്തയുണ്ടാക്കും? വളരെ കഷ്ടപ്പെട്ടാണ് എഴുതാൻ പറഞ്ഞത്. ഇനി അങ്ങോട്ട് പറഞ്ഞാട്ടോ, എന്നെ കൊണ്ടൊക്കെ വയ്ക്കാം. ഭാനു, എവളെ കെട്ടിയന്ന് ആ ഡാൻസ് കെട്ടിയപ്പോ കാശ് കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. അല്ല, ഇതിന് എവിടുന്നാ കിട്ടിയത്? ഡോക്ടർ, ഏതാണ്ട് നല്ലൊരു കലാകുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയാണിവൾ. ഡോക്ടർ, ഇവളുടെ അച്ഛനെ പറ്റി കേട്ട് കാണും. നമ്മുടെ മാമ്പറ്റ ഉപ്പുദോശ. ഉപ്പുമാവല്ലയോ? അപ്പമാഷ്. അല്ല, നിങ്ങൾ പ്രേമിച്ചാന്നോ കല്യാണം കഴിച്ചത്? ഡോക്ടർ, 20 കൊല്ലം മുൻപ് എന്റെ മനസ്സിന്റെ ഫ്രെയിമിലാണ് ഇവളുടെ ചിത്രങ്ങൾ പതിഞ്ഞത്. ഭാനു, ഭാനു സ്റ്റെപ്പ് മാറി. ഓ, ആകെ മാറി. അപ്പോഴേ ഒരു കാര്യം ചെയ്യാം. പറയൂ ഡോക്ടർ. ഇയാളുടെ അസുഖത്തിന് അത്യാവശ്യമായിട്ട് തന്റെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് കള്ളൻ എന്നെക്കാട്ടിലും അറിയാം. ഡോക്ടർ ആവേണ്ട ആളായിരുന്നു. അപ്പൊ ഇതൊന്ന് പരിശോധിച്ചോണ്ടുള്ള റിസൾട്ട് കൊണ്ടുവരണം. അപ്പൊ അവിടാണ് ലാഭം. ഓ, അപ്പൊ ബാക്കിയുള്ളിടത്തെല്ലാം നഷ്ടമാണോ ഡോക്ടർ? അവിടാണ് ലാഭം. അവിടെ പരിശോധിക്കാൻ പോണോന്ന്. ഓക്കെ ഓക്കെ, ഭാനു വരൂ. താങ്ക് യു. ഭാനു, ഇത്ര കയറ്റിയത് എന്തിനാ? ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗം വരുമ്പോ ഇച്ചിരി കേറ്റി വെച്ചോണോ. ഓക്കെ, വരൂ. അല്ല, നിങ്ങൾ മാത്രം പോയാൽ മതി. ഭാനുമതി ഇനി വരൂ, എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കണം. പിന്നെ ഒന്നുകൂടി പറയാനുണ്ട്. എന്താ സാർ? എന്റെ എഴുത്താണിക്കത്തിയുടെ മൂർച്ച രണ്ടുപേരും മനസ്സിലാക്കണം. അതായത്, എന്താ ഡോക്ടർ? ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ തന്മയത്വത്തോട് കേൾക്കണം. മനസ്സിനെ മുറുകെ പിടിച്ചോണം. നിങ്ങളുടെ ഭർത്താവ് ഉടൻ തന്നെ ഡൈറ്റ് ആകും. പൊന്നുപിള്ള, നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ വയ്യാത്ത കാലം വെച്ച് എന്നെ ഇങ്ങനെ ഓടിക്കരുതെന്ന്. നിങ്ങൾ എന്തിനാണ് കീറിയത്? പിന്നെ എന്റെ ഭർത്താവ് ഡയറ്റ് ആയി കഴിഞ്ഞാ പിന്നെ എനിക്ക് ആരുണ്ട്? എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ മരിച്ചോന്നില്ലേ പറഞ്ഞേ? ഒറ്റ ഇടിയാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? പിന്നെ എന്തുവായിരുന്നു? അങ്ങയുടെ ആഹാരങ്ങളിൽ ക്രമീകരണം നടത്തുന്നുണ്ടെന്ന്. ഓ, അതെ. മാത്രമല്ല, അയാളുടെ രക്തത്തിൽ കാഡ്മിയം, പൊട്ടാഷ്യം എന്തൊക്കെയോ കേറും. ഇന്നലെ തന്നെ വെള്ളം അടിച്ചപ്പം ടച്ചിങ്സിനാന്നും പറഞ്ഞ വാഴയ്ക്ക് വളവിടാൻ പറ്റ മിക്സ്ചറാ മൊത്തം വാരുത്തുന്നത്. അപ്പൊ ഇനി ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്തോ പുള്ളി കൊലക്കാതെ നോക്കണം. ഇതാരാ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞുകൊണ്ട് വന്നത്? നിന്റെ മൂക്ക് അടിച്ചു പോയോ? പെട്രോൾ ആടാ, മണക്കുന്നില്ലേ? മുണ്ടക്കൽ രാജേന്ദ്രൻ എന്നെ കത്തിക്കാൻ വേണ്ടി 2 ടാങ്കർ പെട്രോൾ ആണ് എന്റെ ദേഹത്ത് തളിച്ചത്. 2 ടാങ്കറോ? ഒരു കന്നാസ് കയറ്റി പറഞ്ഞതേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കന്നാസും പെട്രോളും ഒക്കെ അങ്ങ് വീട്ടിലെ. ഇനി ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം. നിങ്ങളുടെ കണ്ണിനല്ല അസുഖം, പിന്നെ നിങ്ങളുടെ കരളിനാണ് അസുഖം. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ വന്ന് കരളിന്റെ ഡോക്ടറെ കാണണം. കരളിന്റെ ഡോക്ടർ നാളെ രാവിലെ ഇല്ല. നാളെ രാവിലെ ഉണ്ട്. പുള്ളി എന്നോട് പറഞ്ഞതല്ലേ? ഇന്നേ അയാളില്ല. ഉണ്ടെന്ന്. രാജേന്ദ്രനെ എറിഞ്ഞ എഴുത്താണി കത്തി ഉന്നം തെറ്റിച്ചെന്ന് നിങ്ങൾ പറഞ്ഞ ഈ ഡോക്ടറുടെ നെഞ്ചത്താണ് കയറിയത്. അവൻ ചത്തു. എടോ, ഇയാൾക്ക് കണ്ണ് കാണത്തില്ലയോടോ? കണ്ണു കാണാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം ദേഹിമത് കൃപയാശം. ആക്ച്വലി നിങ്ങൾക്ക് തോന്നിയോ എവിടെയോ ഒരു ചെറിയ റിഹേഴ്സലിന്റെ ഒരു കുറവ് പോലെ ഫീൽ ചെയ്തോ? അതോ കംപ്ലീറ്റ് ആയിട്ടാണോ പോയത്? കംപ്ലീറ്റ് ആയിട്ടാ പോയത്. എപ്പോഴും കാണുന്ന ഒരു സ്മാർട്ട്നെസ് ചേച്ചിയിൽ കാണുന്നില്ലല്ലോ. എനർജി എല്ലാ 3 പേർക്കും കുറവായിരുന്നു. സന്തോഷിന്റെ വയറ് കോമഡി പ്രതീക്ഷിച്ച് കാൽ കോമഡി ആയിട്ട് റിഹേഴ്സലൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ടാണ് ആയത്. പക്ഷെ ഞങ്ങളുടെ ചാത്തമാർ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഞങ്ങളുടെ ചാത്തമാർക്ക് ഇവിടെ വേറെ പലതും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ചാത്തമാര് ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി കറക്റ്റ് ആയിട്ട് റിഹേഴ്സൽ ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങളുടെ ചാത്തമാര് പറഞ്ഞത്. ചുമ്മാതാ ഞാൻ ചെയ്യും. ചാത്തന്റെ അടുത്ത് ചുമ്മാതാന്ന് പറയരുത്. ചാത്തൻ സീന അല്ലല്ല, ഞാൻ ചെയ്ത. ഉറപ്പാണോ? ചാത്ത, ആ തെളിവ് കാണിക്കൂ ചാത്ത. ഞാൻ ഉറങ്ങുന്നായിരിക്കും. അങ്ങോട്ടേക്ക് നോക്കൂ.
അയ്യോ ദൈവമേ. പാവട്ടോ. സ്ക്രിപ്റ്റ് കയ്യിലുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ആ ഞാൻ കൈ വെച്ചു. കിടന്ന് ഉറങ്ങുന്നതാണോ ഇത്? ഇതെന്നാന്ന് മനസ്സിലാവുന്നില്ലേ? ഞങ്ങളുടെ ചാത്തമാർക്ക് കിട്ടിയൊരു വിഷ്വലാണിത്. എന്താണ് സംഭവം ഇത്? ചേച്ചി ഉറങ്ങുവാ? ഇത് ക്യാരക്ടർ ആവാഹിച്ചതാന്ന് തോന്നുന്നു. റിഹേഴ്സൽ സമയത്ത് ചേച്ചി കിടന്ന് ഉറങ്ങുമായിരുന്നു. അല്ലല്ല ഞാൻ എന്തോ ആലോചിച്ച് കിടന്നു. ഞാനെന്താ ആലോചിച്ച് കിടന്നു പോയതാ. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇത് വെറുതെ ഞങ്ങളുടെ ചാത്തമാര് കാണിച്ചതാണ്. ചേച്ചിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണി തരാന്നുള്ള ഞങ്ങളുടെ സന്തോഷമാണല്ലോ. അല്ല, സന്തോഷ് എപ്പോഴും ഒരു ക്യാരക്ടർ, ഒരു ബോഡി ലാംഗ്വേജ് പിടിച്ചിട്ടാണ് ക്യാരക്ടർ ചെയ്യുക. നല്ലതാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഭയങ്കര ഫിസിക്കൽ കോമഡിയാണ്. സന്തോഷിന് സ്കിറ്റിന് ഷർട്ട് വേണ്ട, ഷാജിയണ്ണന് 2 അടിപ്പിച്ചുള്ളൂ. കാര്യമല്ല, ഒന്നാണെങ്കിൽ ചിലപ്പോൾ ഊരി കളയാം. ഇപ്പം ഇത്തവണ പെർഫോം ചെയ്തതിന് എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ₹30,000 ആണ് നേടിയിരിക്കുന്നത്. ഇതല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ അടുത്ത തവണ കിടിലായിട്ട് വരണം. ചേച്ചിക്ക് മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ, ഉറങ്ങുന്നതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. ഞങ്ങൾ വെറുതെ കാണിച്ചതാണേ. ഓൾ റൈറ്റ്, യെസ് ചേച്ചി. അടുത്ത പ്രാവശ്യം എനർജി ഡബിൾ ട്രിപ്പിൾ ആവണം. ഓക്കെ, ക്രെഡിറ്റ് ആയില്ലേ? തിരിച്ചു വരുമ്പോൾ വീണ്ടും നമ്മൾ വാശിയേറെ മത്സരമാണ് കാണാൻ പോകുന്നത്. ബാറ്ററി ചാർജ് കയറാൻ പോകുന്നൊരു സ്കിറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ ഇത് സ്കിറ്റ് കാണുന്നതിന് മുമ്പും ബാറ്ററി ചാർജ് കയറുന്നതിന് മുമ്പും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആദ്യത്തെ കാര്യം, നമ്മൾ ചിരിക്കണം. നമ്മൾ ചിരിച്ചാൽ മാത്രമേ ബാറ്ററി ചാർജ് കയറുള്ളൂ. ഇനി എനിക്ക് ശ്വേത ചേച്ചിനോടാണ് പറയാനുള്ളത്. ഒന്ന് ഓണാക്കി തരുമോ ചേച്ചി? ബാറ്ററി ഓൺ ആയി. ബാറ്ററി ഓൺ ആയി. ഇനി നമ്മൾ കൈയടിക്കുക, ടീമിനെ വിളിക്കുക, സ്കിറ്റ് കാണുക, ചിരിക്കാം, പൈസ കൊടുക്കുക. ആരാ വരുന്നേന്നുള്ള അറിയണ്ടേ? ബൈജുക്കുട്ടൻ ചേട്ടൻ, രീഷ്മ ആൻഡ് നമ്മുടെ പ്രവീൺ ചേട്ടൻ. ഓൾ ദി ബെസ്റ്റ്. രജിസ്റ്റർ എന്ത് കഷ്ടമാണ് നോക്കി. എത്ര നേരം എന്തറിയാമോ ഈ നിപ്പ് തുടങ്ങിയിട്ട്? ഒറ്റള്ളത്തിന് ഒരു ഉത്തരവാദിത്വമില്ല. ഈ ഓഫീസിലെ രജിസ്റ്റർ ബുക്ക് ഒപ്പിടാൻ പോലും കൃത്യസമയത്ത് ഒരു ഓഫീസർ ഇവിടെ വന്നിട്ടില്ല. എന്നിട്ട് ഇതിന്റെ പേര് രജിസ്റ്റർ ഓഫീസ്. വന്നല്ല വന്ന്. ഇനി ഇപ്പുറത്തുനിന്ന് ഒരു ഫയൽ എടുത്തിട്ട് ആ മേശയിൽ വെക്കും. ഇനി ഈ ടവൽ എടുത്തിട്ട് മൂക്ക് പൊത്തും. ഇനിയാണ് ടെസ്റ്റ്. ഞാൻ ഇത്തിരി പൗഡർ ഇട്ടതാ. പൗഡർ പോലെ കടയിലും പോയി മേടിച്ചിട്ട്. അയ്യോ, കടയിൽ നിന്ന് ഇടാൻ പറ്റൂല, അത് കെമിക്കലാ. ഈ ഗോപന്റെ മുഖത്തെ ഗ്ലോ പോകും. പ്രകൃതി കിട്ടിയതല്ലേ, നാച്ചുറലാ. ഗ്ലോബോ നിന്നെ ഞാൻ അച്ചുതണ്ടിലിട്ട് ഓടിക്കും. ഹലോ, അതെ രജിസ്ട്രാർ ബാബു തന്നെ. രജിസ്ട്രാർ ബാബു തന്നെ. ഹലോ സാറേ, ഒരു മിനിറ്റ്. എന്താണ്? എന്റെ പേര് ഗോപൻ. കല്യാണം കഴിച്ചിട്ടില്ല, 46 വയസ്സ്. ഇവിടെ ചെക്കന്മാര് വരാതെ മിച്ചം എന്റെ പെണ്ണിനെ ഏതെങ്കിലും ഒരത്തിലെ കെട്ടാൻ വന്നേക്കണം. നീ എന്നോട് പറയണത്? അല്ല, സാറിനാ രജിസ്റ്റർ ചെയ്ത്, അപ്പൊ ഞാൻ എന്റെ രജിസ്റ്റർ ചെയ്യണ്ടേ? അയ്യോ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യം തന്നെ. പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ല. എന്നാലല്ലേ ഇത് മുന്നോട്ട് പോകുള്ളൂ. എന്റെ ഗോപ, നീ ഇറച്ചിക്കടയുടെ മുമ്പിൽ പട്ടി വന്ന് നിൽക്കണ പോലെ ഇവിടെ വന്നിട്ട് ഒരു കാര്യവും ഇല്ല. സാർ ആ വർത്താനം എന്നോട് പറയരുത്. ഞാൻ ഇവിടെ വന്ന് നിൽക്കണേന് ഈ സാറിനുണ്ട് ഒരു ഉത്തരവാദിത്തം. ഞാൻ എന്ത് ചെയ്തു? പണ്ട് ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുവന്നു, കൂടെ ഒരു സാക്ഷിനെയും. ഈ പുള്ളിക്കാരൻ ചെയ്ത് എന്താണെന്ന് അറിയാമോ? വരന്റെ കോളത്തിൽ ഞാൻ ഒപ്പിടുന്നതിന് പകരം സാക്ഷിനെ കൊണ്ട് ഒപ്പിടി, സാക്ഷിയുടെ കോളത്തിൽ എന്നെ കൊണ്ട് ഒപ്പിടിച്ചു. ഇപ്പൊ സാക്ഷിയും ആ പെണ്ണും കൂടി കുടുംബമായിട്ട് ജീവിക്കാം. അതിനകത്ത് നീ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നെ കണ്ടിട്ട് എനിക്ക് വരന്റെ ഫിഗർ തോന്നിയില്ലല്ലോ. അത് കൊള്ളാം. പക്ഷെ സാർ എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ഒരു ദിവസം ഞാനിവിടെ നിൽക്കും. ഏതെങ്കിലും ഒരു മിച്ചം വന്ന പെണ്ണുണ്ടെങ്കിൽ അതിനെ ഞാൻ കെട്ടിയിരിക്കും. എന്റെ ഗോപ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നീ കല്യാണം കഴിക്കാതെ നിൽക്കുന്നതാണ് നിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ അളിയനുണ്ടല്ല, 4 കല്യാണം കഴിച്ചതാ. എത്രണ്ണം? 4. സാറേ, വിശന്നിരിക്കണവന്റെ മുമ്പിൽ ബിരിയാണി തിന്നവന്റെ കഥ പറയല്ലേ. ഒന്നാമത്തെ ഡിപ്രഷൻ അടിച്ചിട്ട് നിൽക്കുക. ഈ ഡിപ്രഷൻ കാരണമുണ്ടല്ല, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഒന്ന് എഴുന്നേക്കും, വെള്ളം കുടിക്കും, മൂത്രമൊഴിക്കും, എഴുന്നേക്കും, വെള്ളം കുടിക്കും, മൂത്രമൊഴിക്കും. ഇതിപ്പൊ എങ്ങനെ? അത് സാധാരണ പോലെ അതല്ലത്, ഈ കെട്ടിയ ഫയൽ കണ്ടോ? ഫയൽ ഒരേ
കെട്ടി. പക്ഷെ ഞാൻ ഇരിക്കുന്നവരൊരു കെട്ടാൻ പറ്റിയിട്ടില്ല. എടാ നിനക്കായിട്ടൊരു പെണ്ണ് എവിടെയോ ജനിച്ചിട്ടുണ്ട്. എടാ പണ്ടുള്ള കാരണവന്മാര് പറഞ്ഞിട്ടില്ലേ, കഴിക്കേണ്ട ഓരോ അരി മണിയിലും കഴിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അത് കള്ളത്തരം. ഏതരിയിലാണ് ആണുങ്ങളുടെ പേര് എഴുതി വെച്ചാക്കണത്? എല്ലാ അരികളിലും പെണ്ണുങ്ങളുടെ പേരല്ലേ? സുമതി, ജയ, സുലേഖ. പിന്നെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു അരിയിൽ ആണിന്റെ പേര് എഴുതി. അതേത് പേര്? റോഷൻ അരി. എന്തായാലും നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അറിയാവാ? നീ ഇട്ട് വന്ന എന്തൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എടാ ഈ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ചു പോകും, പക്ഷെ കല്യാണം കഴിച്ചാൽ അത് ദഹിക്കാതെ പോകും. ഇങ്ങനെ കിടക്കും. പക്ഷെ അത് വേറെ കേസുണ്ട്. കല്യാണം കഴിക്കണതാണ് എപ്പോഴും നല്ലത്. കല്യാണം കഴിച്ചാൽ നമുക്ക് ഗുണമുണ്ട്. എന്ത് ഗുണം? ഈ കല്യാണ പെണ്ണിന്റെ ബന്ധുക്കളൊക്കെ നമ്മുടെ ബന്ധുക്കളാവും. അങ്ങനെ ചില പെണ്ണുങ്ങള് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ നിന്റെ ഉള്ള ബന്ധുക്കൾ കൂടി പോകും. അത് ചില പെണ്ണുങ്ങളല്ലേ? ആ ചില മാറ്റിയിട്ട് നല്ലത് മാത്രം എടുത്താ പോരെ? നല്ലത് മാത്രം എടുക്കാനായിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരിങ്ങനെ ഓടി നടക്കണത്. അതെ. അപ്പൊ ഞാൻ കാര്യം പറ്റേ, സാർ എങ്ങനെ എന്നെ പിന്തിരിപ്പിക്കാനും കുഴപ്പമില്ല. ഞാൻ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നിൽക്കും. ഞാൻ ഏതെങ്കിലും പെണ്ണിനെ കെട്ടും. എടാ ഇന്നേ വരെ ഒരു രജിസ്റ്റർ ഓഫീസിലും ഒറ്റയ്ക്ക് ഒരു പെണ്ണ് വന്നിട്ടില്ല. നടക്കൂലേ? നടക്കത്തില്ലടാ. ആ പ്രതീക്ഷയും പോയി. ഇനി ഇതൊക്കെ ഞാൻ എന്തിനാണ് കൊണ്ട് നടക്കണത്? ഞാൻ വിളിക്കാം. ഈ ഓഫീസ് തുറന്നിട്ട് ഈ സാറുമാരത് എവിടെ പോയി കിടക്കുക? സാറേ. ഓ അടിയെന്നായിരുന്നോ? ആരാ? ഓ ഓ നിങ്ങളിങ്ങനെ ECGയുടെ വേരിയേഷൻ വരച്ച് കളിക്കാതെ എന്തെങ്കിലും കാര്യം ചോദിക്ക്. എനിക്ക് വല്ല സ്കോപ്പ് ഉണ്ടോ എന്നറിയാനാ. അതെ മോളെ, എന്താ വന്നത്? സാറേ ഞാൻ ഒരു കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നതാ. എന്നാ ഒപ്പിട്. നീ ഒപ്പിടാൻ പറഞ്ഞു. നീ ഇങ്ങോട്ട് മാറി നിൽക്കടാ. കൊച്ചൊപ്പിട്. എന്തിനു കൊച്ചൊപ്പിടുന്നത്? ഒരു വലിയ ഒപ്പിട്ടോ? അതല്ലത് എന്റെ പൊന്നു മോളെ, മോളൊന്ന് ഒപ്പിട്ടതാ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചെക്കൻ വന്നിട്ടില്ല. ഒപ്പിടത്തെ? ഒപ്പിടാൻ വരട്ടെ. ചെറിയൊരു സ്കോപ്പ് ഉണ്ട്. നിനക്കൊരു കോപ്പുമില്ല. അയ്യോ സാറേ ഈ ഓഫീസ് എത്ര മണി വരെ ഉണ്ട്? 3 മണി വരെ. പക്ഷെ ഞാൻ 6 മണി വരെ ഉണ്ടാവും. സാറേ ഞാനൊരു കോൾ ചെയ്യട്ടെ? നിനക്ക് ചെറിയൊരു സ്കോപ്പ് ഉണ്ട്. ആണ് സാറേ. സാറിന്റെ നാവ് പൊന്നാവട്ടെ. ആ നാക്കൊന്ന് കിട്ടിക്ക്. അയ്യേ ഇത് ക്ലാവ് പിടിച്ച ചെമ്പാണ്. വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ചെക്കനെങ്ങാനും വന്നോ? അങ്ങനെ പറയുന്നു. ചെക്കനെങ്ങാനും വന്നില്ലെങ്കിൽ അങ്ങനെ പറ. ചാൻസ് ഉണ്ട്. പക്ഷെ ആ കൊച്ചിന്റെ മനസ്സ് നീ ഒന്ന് അറിയണം. അതെങ്ങനെ? നീ പോയി സംസാരിക്കണം. പോണ് സംസാരിക്കണ്ടേ? നീ എന്താ സംസാരിക്കാൻ പോണത്? എന്റെ മുത്തേ. എന്റെ ദൈവം, ഇവനിപ്പോഴും പഴയ അമരത്തിൽ കിടക്കുവാ. കാലഘട്ടമൊക്കെ മാറി. അല്ല ഇതൊരു കാര്യം, ഞാൻ പോയി കഴിഞ്ഞാൽ അത് ആകെ പൊളിയും. സാർ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് ആ കൊച്ചിന്റെ മനസ്സിൽ ഒരു പുരുഷന്റെ സങ്കല്പം എങ്ങനെയാണെന്ന് അറിയും. അപ്പൊ എനിക്ക് സ്കോപ്പ് ഉണ്ടോന്ന് അറിയാല്ല. മോളെ ആരാണ് പിള്ളേരുടെ ഷൂസെ ചവിട്ടി നിൽക്കുന്നത്? ഞാനല്ലോ. ഇവിടെ നിന്നായിരുന്നാ? സാറേ അവൻ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കുന്നില്ലേ? ഒപ്പിട്ടോട്ടെ. ഒപ്പിടാൻ വരട്ടെ. എനിക്കിവിടെ സ്കോപ്പ് ഉണ്ട്. നിനക്കൊരു കോപ്പുമില്ല. അയ്യോ ഒന്നുകൂടി വേറെ നമ്പറിൽ വിളിച്ചു നോക്കിയേ. വിളിച്ചിട്ട് കിട്ടുന്നില്ല സാറേ. ഒപ്പിട്ടോട്ടെ. ഒപ്പിടാൻ വരട്ടെ. അയ്യോ എനിക്ക് കെട്ടാൻ പറ്റുമോ? നിന്റെ മുട്ടുകാലിയാ തല്ലു. അയ്യോ. ഹലോ. അപ്പൊ എന്താണ്, ചെക്കൻ വരൂലേ? കിട്ടുന്നില്ല. സാറേ ഇത് കേട്ടോ? ഈ സുന്ദരിയായ പെണ്ണിന് ഇവിടെ വയ്യാധാരമാക്കിയിട്ട് ആ ദുഷ്ടം പോയില്ലേ? എന്നെ പോലുള്ള ചെക്കന് തുടങ്ങിയില്ലാതെ ഈ കൊച്ചെങ്ങനെ ജീവിക്കും? എന്റെ കാര്യം പറ. അതെ മോളെ, വേറെന്തുമല്ല, നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾ ഒരുപാട് സൗന്ദര്യമുള്ള ചെക്കന്മാരെ തിരക്കി പോകും. അവസാനം ഇതുപോലെ അവന്മാരെ നിങ്ങളെ തേക്കുകയും ചെയ്യും. അയ്യോ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ അവന്റെ ഹൈറ്റോ മുടിയോ കളറോ ഒന്നും നോക്കിയിട്ടല്ല സ്നേഹിച്ചേ. എന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനസ്സ്. അങ്ങനെയല്ലേ വേണ്ടത്? അല്ലേ മാമ? അല്ല അങ്ങളെ. കൊച്ചു വിളിച്ചു കേട്ടോ മാമാ. നിന്റെ ഈ അരി വെന്ത് ചോറായിട്ട് നീ ഇനി എന്ന് കഴിക്കാനാടാ? ഞാൻ അരിയിട്ട വെള്ളം ഇനി വെറുതെ തിളക്കത്തേ ഉള്ളൂ.
അതൊക്കെ പോട്ടെ, നീ അത് വിട്. ശരിയാണ് സാറേ, എനിക്ക് ഇതിലൊന്നും വിധിയില്ല, എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ മതിയല്ല. പക്ഷെ കുട്ടി, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഒരു വിചാരമുണ്ട്. കുറെ താടിയും മുടിയൊക്കെ വളർത്തി ഈ പൊക്കമുള്ള ഡൂക്കേലി പതുങ്ങിയിരുന്ന് ഓടിക്കുമ്പോ അവരിക്കാണ് സ്നേഹക്കൂടലെന്ന്. പക്ഷെ അത് വെറും തെറ്റിദ്ധാരണയാണ് കുട്ടി, തെറ്റിദ്ധാരണ. നട്ടാറ വെയിലത്തും മഴയത്തും പാടത്തും വെയിലത്തും പണിയെടുത്ത് സ്വന്തം ഭാര്യയെ പൊന്നുപോലെ നോക്കുന്ന എന്നെ പോലുള്ള ചെറുപ്പക്കാര് 100 പേരുണ്ട് കുട്ടി, 100 പേര്. കിട്ടിയ പെണ്ണിന്റെ കണ്ണൊന്നും നിറഞ്ഞാൽ, കിട്ടിയ പെണ്ണിന്റെ കണ്ണൊന്നും നിറഞ്ഞാൽ ചങ്കിടുന്ന 100 ചെക്കന്മാരുണ്ട് കിട്ടി, 100 ചെക്കന്മാര്. ഒരു മിനിറ്റ്, സാറേ വരുണ അപ്പുറത്തെ രജിസ്റ്റർ ഓഫീസിൽ നിക്ക. പോട്ടെന്നാല് മാമ വരട്ടെ. ഈ സിറ്റുവേഷനിലേ ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമിക്കുക. ഇതിന്റെ നടുക്ക് ഒരു സൈക്കിളിന്റെ റിം അങ്ങോട്ട് സെറ്റ് ചെയ്താ നല്ല ഉഗ്രനൊരു റീത്ത് ഉണ്ടാക്കാം. അതേതോ എലി കൊണ്ടുപോയി. ഒരു സെക്കൻഡ് തരണേ, ഒരു കൗണ്ടർ പറയാൻ വേണ്ടിയാണ്. അതെ ചേട്ടാ, ചേട്ടന്റെ പേര് എഴുതിയ അരി എവിടെയാണെന്നറിയോ? ആ കൊണ്ട എലി. അല്ല, അത് എലി എടുത്തിട്ടുണ്ടോ? ഞാനാ ഇട്ടോളൂ മാല. മാല കൊണ്ടുപോയോ? ഇതാണ് ആലിങ്കായ വഴുക്കുമ്പോ കാക്കട വായിൽ പുണ്ണായിരിക്കും. അങ്ങനെയും ഒരു കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. നോൺ സ്റ്റോപ്പ് കോമഡി, ഒരു ഗ്യാപ്പ് ഇല്ല, ഒരു ഗ്യാപ്പ്. നമ്മുടെ ഈ സ്കിറ്റിന്റെ ഒരു പശ്ചാത്തലം എടുക്കുകയാണെങ്കിൽ രജിസ്റ്റർ ഓഫീസ് ഞാൻ പോയിട്ടുണ്ട്. കാരണം ഇന്റർകാസ്റ്റ് മാരേജ് നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറയുന്നല്ലോ. ഇവിടെ എത്ര പേര് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടുണ്ട് കല്യാണം കഴിക്കാൻ? അറിയാമോ? അതാണ് എനിക്ക് അത് കേൾക്കേണ്ടത്. അല്ല, ഞാന് രജിസ്റ്റർ ഓഫീസ് ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് വഞ്ചിയൂർ പോയി ചെയ്യണം. അപ്പൊ ഞാൻ എനിക്ക് ഡ്രസ്സൊക്കെ ഉണ്ട്, എനിക്ക് ബാദുഷക്കാണ് ഡ്രസ്സ് എടുത്ത് തന്നു, കല്യാണ ചെറുക്കൻ്റെ ഡ്രസ്സ്. ആരും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് താഴെ വന്നു, ജുവലറിയിൽ നിന്ന് താലി കൊണ്ടു തന്നു. ഇതെല്ലാം കൊണ്ടുവന്നപ്പം ഈ രജിസ്റ്റർ ഓഫീസിന്റെ താഴെ സീരിയലിന്റെ ഷൂട്ട് കിടക്കുന്നു, സീരിയലിന്റെ ഷൂട്ട്. അങ്ങനെ ഞാൻ രജിസ്റ്റർ ഓഫീസിലോട്ട് കയറി പോയപ്പോ എന്റെ വീട്ടിന്റെ അടുത്തുള്ള, അതായത് എന്റെ അമ്മ വാർഡ് മെമ്പർ ആയിരുന്നു, അമ്മയുടെ കൂടെ ജോലി ചെയ്ത ഒരു മെമ്പറിന്റെ, പുള്ളി അഡ്വക്കേറ്റ് ആണ്. അപ്പൊ തൊട്ടടുത്ത് വഞ്ചിയൂർ കോടതിയല്ലേ, പുള്ളി മേളിൽ നിന്ന് ഇറങ്ങിയിരുന്നു, ഞാൻ മേളിലോട്ട് കയറി ചെല്ലുന്നു. അപ്പൊ എന്നെ നോക്കിട്ട് ഈ സീരിയലിലുണ്ട്. അപ്പൊ ഞാൻ പറയാം, അതെ അതെ അതെ. എന്നിട്ട് ഞാൻ വേറെ ചെന്ന് രജിസ്റ്റർ ഓഫീസ്. ഏറ്റവും വലിയ സംഭവം അറിയാമോ ചെയ്യും, ഇന്റർകാസ്റ്റ് മാരേജ് കഴിയുമ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. ഇത് എത്ര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയണത്. എത്ര കിട്ടും? 50 ഒന്നോ ഉണ്ട്. അത് മാത്രല്ല നമ്മുടെ കുട്ടികൾക്കുള്ള ആനുകൂല്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളോ ചേച്ചി. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ കഥകളും കാര്യങ്ങളും ഒക്കെ. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് അവിടുന്ന് പൈസ കിട്ടിയിട്ടില്ല, ഇവിടുന്ന് നിങ്ങൾക്ക് എന്തായാലും ഈ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് പൈസ കിട്ടും അല്ലേ? നമ്മൾ ചിരിച്ച് പൈസ കിട്ടുന്നിടം വരെ എത്തിച്ചിട്ടുണ്ട്. അത് എത്ര കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ ഒരു സംശയം. ഭാര്യ വേവിക്കോ? വാ നോക്കാം, എന്തായാലും അരി ഉണ്ട്, നോക്കാം വാ. കരനിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി, താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി, താളത്തിൽ ഞാൻ ഇവിടുന്ന് ഒരു 30 പോയി 40 ചേട്ടൻ്റെ അല്ല ഒരു സാധനം ഞാൻ കണ്ടത്. അല്ല, ഞാൻ പറയട്ടെ, അവിടെ ഉമ്മ കൊടുത്തു, ഇവിടെ കൊടുത്തു. ഞാൻ തരില്ല. അന്റെ എറിഞ്ഞു കൊടുത്തേ, അത് ഭയങ്കര മോശം. എറിഞ്ഞു കൊടുത്ത് ഭയങ്കര മോശമായി. സോഫ്റ്റ് ആയിട്ട് കൊടുക്കും. കിടിലായിരുന്നു. യു ഗൈസ് ഡിസേർവ് ദിസ്. സത്യം പറഞ്ഞ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയായിരുന്നു. യെസ്, കൊടുത്തു ചേച്ചി. എന്തായാലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു നിങ്ങളും എല്ലാവരും. അപ്പൊ അതിന് പ്രത്യേക താങ്ക് യു. പൈസ തരാൻ പോവായിരുന്നു. തിരിച്ചു വരുമ്പോൾ കുറെ നാളായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഈ ഫ്ലോറിൽ ഒരു ഒച്ചപ്പാട് വേണം, ഒരു ഓളം വേണം. അത് വേണമെങ്കിൽ കുറച്ച് ഗെയിം കളിച്ചാലോ? ശരി, ഈ ഗെയിം കളിക്കാൻ പോകുമ്പോൾ ജനറൽ നോളജ് അല്ല, കാരണം നമ്മുടെ ശ്രീവിദ്യ കൂടെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അവൾക്ക് ജയിക്കാൻ പറ്റത്തില്ല.
അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കും കൂടെ എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ബനാന ടോക്കിലേക്ക് പോകാം. പഴഞ്ചൊല്ലുകൾ. ഇവിടെ 2 ടീമുകളായിരിക്കും ഇത് മത്സരിക്കുന്നത്. നിങ്ങളൊരു ടീം, ഇവരൊരു ടീം. അപ്പൊ ഈ പഴഞ്ചൊല്ല് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കോളില് അക്ഷരങ്ങൾ വരും. ഓക്കെ, നേരെ ഉള്ളതായിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തിട്ടായിരിക്കും, ജംബിൾഡ് ആയിട്ടായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിച്ചെടുക്കും. ടീം കോമഡി മാസ്റ്റേഴ്സ് റെഡിയാണോ? തിരുവനന്തപുരത്ത് നിന്നും വന്ന ടീം അർജൻസ് ടീം റെഡിയാണോ? എങ്കിൽ നമുക്ക് ആദ്യത്തെ പഴഞ്ചൊല്ല് ആരാണ്, ഏത് ടീമാണ് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ദാ. ഞാൻ. ഇതെന്താണ് സംഭവം? എനിക്കിത് കണ്ടിട്ടേ മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കും ശ്രീവിധിക്ക് ഓക്കെ ആണോ? കേട്ടോ മനസ്സിലാവൂലേ? എന്താണ് ഓറ്റണം കാളണം? ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലായി. എനിക്ക് അതല്ല, അശ്വതി ചേച്ചിയുടെ പടം വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് കേൾക്കുന്നേ. ആദ്യം എഴുതിയിരിക്കുന്ന നോബിച്ചേട്ടനെ വീട്ടിൽ വിളിച്ചിരുന്ന പേര് അതല്ല പഴഞ്ചൊല്ല്, അതല്ല പഴഞ്ചൊല്ല്. എന്താണ് പഴഞ്ചൊല്ല്? കാണം വിറ്റും ഓണം ഉണ്ണണം. അതന്നെ ഞാൻ പറഞ്ഞത്. അത് അക്ഷരം മാറി അവര് പറഞ്ഞപ്പോ കറക്റ്റ് ആയി. ശരിയായിട്ടുള്ളത് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഉന്നം. കാണം വിറ്റും ഓണം ഉണ്ണണം. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ ചോദ്യം ദാ. ഉത്തരം അറിയാം. ആർക്കറിയാം? ഉത്തരം ആർക്കറിയാം? ശ്രീവിദ്യക്ക് അറിയാം. ശരി, ശ്രീവിദ്യയിലേക്ക് പോട്ടെ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഗുഡ് വൺ, ഗുഡ് വൺ, ഗുഡ് വൺ. ശരി, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പം എനിക്ക് തോന്നുന്നു സ്കോർ നിൽക്കുന്നത് എങ്ങനെയാണ്? 1:1. 1:1 എന്നുള്ള രീതിയിലാണ്. കോമഡി മാസ്റ്റേഴ്സിനും 1 ഉണ്ട്, അവർക്കും 1 ഉണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. ഇത് ഭയങ്കര ഈസി. കുന്നംകുളം. അല്ലല്ലോ, കുന്നളം തീ ഇപ്പുവ വെക്കും ഉണ്ടി. ഭയങ്കര ഈസിയാ. ആർക്കെങ്കിലും ഉണ്ടോ? അവിടെ കിട്ടി. പേരെന്താ? ശ്യാം. ശ്യാം, പറഞ്ഞോളൂ. ശ്യാം. ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കും. ഇതിലെവിടെ ഉപ്പ് ഉണ്ടോ? അതെ അതെ. ഗുഡ് വൺ. നമുക്ക് നോക്കാം. വെരി ഗുഡ്. ശരിയാണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. യെസ്, അതെങ്ങനെ കിട്ടി? ഏതെങ്കിലും ഒരു വാക്കിൽ നിന്ന് പെട്ടെന്നൊരു ലെറ്ററിൽ നിന്നാണോ എടുത്തത്? ഓരോ അക്ഷരം വെച്ച് നോക്കി. അതുമല്ല, അവര് സ്കൂളിൽ പോയിട്ടുണ്ട്. അത് അങ്ങനത്തെ എല്ലാവർക്കും കിട്ടും. ആണ്. പിന്നെന്താ നിനക്ക് കിട്ടേണ്ട? നേരത്തെ പോയിട്ടില്ല. സാക്ഷര കേരള, സുന്ദര കേരള, ഇത് കർണാടക. ഓൾറൈറ്റ്, ഇപ്പൊ സ്കോർ നോക്കുകയാണെങ്കിൽ അവര് ലീഡ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത പഴഞ്ചൊല്ല് വാ. എനിക്ക് കിട്ടി. ഡയനയാണ് ആദ്യം. ഓക്കെ, ഡയന. കാക്കയ്ക്ക് കുഞ്ഞ് പൊൻകുഞ്ഞ്. ശരിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതെ. കറക്റ്റ് ആൻസർ ഡയന. ബ്രില്യന്റ് ഗെയിം. ദാദാ ഇപ്പൊ വീണ്ടും ടൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം വരട്ടെ. വാ. പലടിക്ക് ഇവിടെ ആരോ കൈ. ശ്യാമിനാണോ കിട്ടിയേ? ശ്യാം ബ്രോയിനും കിട്ടി, മേളിലിരിക്കുന്ന ഒരു ബ്രോയിനും കിട്ടി. ആ ബ്രോയിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം. എന്താ ബ്രോയിന്റെ പേരെന്നാ? അഭിലാഷ്. അഭിലാഷ്. ഓക്കെ, അഭിലാഷ് ഏട്ടാ പറഞ്ഞോ. കുരയ്ക്കും പട്ടി കടിക്കില്ല. കുരയ്ക്കും പട്ടി കടിക്കില്ലെന്നോ? ആണോ? ശരിയാണോ നോക്കാം. വേറെന്തോ. വെൽ ഡൺ, വെൽ ഡൺ. ഓക്കെ, ഓൾറൈറ്റ്. നമുക്കെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഏത് ടീമായിരിക്കും ഉത്തരം പറയാന്നുള്ളത് കാത്തിരുന്ന് കാണാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ. യെസ് ഡയന. കിട്ടാൽ പുലി പുല്ലും തിന്നും. സൂപ്പർ 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 സൂപ്പർ. ആണോ അല്ലേ നോക്കട്ടെ. ഞാൻ മറ്റേ പയ്യെ തിന്നാ പനയും തിന്നാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേട്ടാൽ പുലി പുല്ലും തിന്നും. അല്ല, കറക്റ്റ്. 3-3. അതെ. അപ്പൊ ഒരെണ്ണം കൂടെ ചോദിക്കണം. കൈയല്ലേ? സമ്മാനം വേണം. ആണോ? എന്നാ ശരി. സമ്മാനം ആയതുകൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ബിക്കോസ് അവർക്ക് ഒരു ടീമിന് ജയിക്കണം മതിയായ ആഗ്രഹം. ജയിക്കാൻ വേണ്ടി മാത്രം ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് ടീം ജയിക്കും എന്നുള്ളത് നോക്കാം. വാ. നമ്മള് ചന്നാതി നന്നായ കണ്ണാടി വേണ്ട. ശരിയാണോ നോക്കാം. കോമഡി മാസ്റ്റേഴ്സ് കീ ജയ്. കോമഡി മാസ്റ്റേഴ്സ് കീ ജയ്. കോമഡി മാസ്റ്റേഴ്സ് കീ ജയ്. ഞങ്ങൾ ധീരമായി പൊരുതി പോരാടി തോറ്റതാ. അതുകൊണ്ട് നഷ്ടമില്ല. ഞങ്ങൾ അബദ്ധവശാൽ ജയിച്ചതാ. നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? യെസ്.
ഗംഭീരമായിരുന്നില്ലേ? ഗംഭീരായിരുന്നു. നമ്മൾ ഇനിയും കാണും, ഇനിയും കൂടും, ഇതുപോലെ അടിച്ച് പൊളിക്കും. ഫുൾ ഫൺ. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. കോമഡി മാസ്റ്റേഴ്സ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത ദിവസം കാണാം. അതിലേക്കും ബൈ.